ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സെബി വർഗീസ് ആണ്. 10-25 വർഷമായിട്ട് ഈസ്തറ്റിക് ഡെന്റിസ്ട്രിയിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. നിങ്ങൾ ഒരുപാട് പേര് കുറേ നാളായിട്ട് കമന്റ്സിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കിന്ന് ഡോക്ടറോട് ചോദിച്ചറിയാം. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിനെ പറ്റിയാണ്. ഡോക്ടർ ഏത് വർഷം തൊട്ടാണ് പ്രാക്ടീസിലേക്ക് ഇറങ്ങിയത്? ഞാൻ 1996 എൻ്റെ ഫൈനൽ എക്സാം എഴുതി. 96 ഫൈനൽ എക്സാം എഴുതി ദൈവനുഗ്രഹത്താൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇതൊക്കെ ജയിക്കാൻ പറ്റി. 97 അവസാനമായപ്പോഴേക്കും നമ്മുടെ ഇന്റേൺഷിപ്പ് 98 ജാനുവരിയിലാണ് ഞാൻ ഇറങ്ങുന്നത്. കുറച്ച് ലാഗ് ചെയ്തായിരുന്നു. 98 ഇറങ്ങി. പിന്നെ ഞാൻ കുറച്ച് നാള് ആ സ്ഥലത്ത് തന്നെ ഒരു ക്ലിനിക്കിൽ, കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തു. ഒറ്റയ്ക്ക് മാനേജറായിരുന്നു. അതിനു മുമ്പ് എന്നെ എൻ്റെ ഒരു പ്രൊഫസർ മദ്രാസിൽ ഒരാഴ്ച എൻ്റെ അന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും നല്ലൊരു ക്ലിനിക്കായിരുന്നു ഡോക്ടർ വിജയലക്ഷ്മിയുടെയാണ് അതെ. അവിടെ എനിക്ക് ഒരാഴ്ച ഒരു ഓപ്പണിംഗ് തരികയായിരുന്നു, ഒബ്സർവ് ചെയ്യാനും സഹായിക്കാനും. അതെൻ്റെ ഒരു മൈൻഡ് സെറ്റിനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ എല്ലാ ക്ലിനിക്കുകളെയും ഞാൻ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ബിൽഡിങ്സിൽ ചെയ്യാനായിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. എപ്പോഴായാലും അങ്ങനെ ഇൻഡിവിജ്വൽ റൂംസ്, പേഷ്യൻ്റ് പ്രൈവസിയൊക്കെ കൊടുത്തിട്ടുള്ള പ്രാക്ടീസാണ് എൻ്റെ. ഞാൻ 2000 ക്ലിനിക്ക് തുടങ്ങിയപ്പോഴും 99 അവസാനം ക്ലിനിക്ക് സ്വന്തമായിട്ട് തുടങ്ങുന്നത് അപ്പോഴാണ്. അതിനിടയിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തു. ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ക്ലോസറായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊരു മെൻറ്റർ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു സീനിയർ ഡോക്ടർ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് എഫേർട്ട് എടുത്തതും ജേർണൽസ് വായിച്ചും പുതിയ ബുക്കുകൾ വാങ്ങിച്ചും അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകളൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ നമ്മുടെ അറിവിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ 2000 നമ്മൾ ക്ലിനിക്ക് തുടങ്ങുന്നു. 2002 ബ്രിട്ടനിലെ ഫാക്കൽറ്റി ഓഫ് ജനറൽ പ്രാക്ടീസ്, റോയൽ കോളേജ് സർജൻസ്, FRCS ഒക്കെ പോലെ നമ്മുടെ MFGDP ട്രെയിനിങ്ങിന് ഞാൻ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയാണ്. അത് വല്ലാത്തൊരു തിരിച്ചറിവാണ് അന്ന്. അപ്പം അന്ന് നമ്മളിതുവരെ ചിന്തിക്കുന്നതിൽ നിന്ന് എൻ്റെ ഫിലോസഫി മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള പേഷ്യൻ്റ് സെൻറ്റേർഡ് ആയത് ആ കോഴ്സ് എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ പ്രാക്ടീസ് തുടങ്ങി. ഇപ്പോൾ പിന്നീട് ഞാൻ കുറച്ച് നാൾ ഇംഗ്ലണ്ടിൽ പോയി. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ ആയി. അപ്പോൾ തിരിച്ചു വന്നത് 2008-09 കാലഘട്ടത്തിൽ, 9-10 കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് പിന്നെ നമ്മൾ എറണാകുളത്ത് ഫേസറ്റ്സ് എന്നുള്ള ക്ലിനിക്ക് തുടങ്ങിയത്. അതിനു മുമ്പ് ഡോക്ടർ സെബീസ്, അതായത് അങ്കമാലിയിൽ എൻ്റെ ക്ലിനിക്ക് 2000 തുടങ്ങുന്നത് ഡോക്ടർ സെബീസ് എന്നുള്ള പേര്, മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക്. അന്ന് ആരും ഡോക്ടർമാരുടെ പേര് വയ്ക്കില്ല. ഡോക്ടർമാരുടെ പേര് വെച്ച് തുടങ്ങണമെന്ന് നമ്മുടെ ഒരു സുഹൃത്താണ് പറഞ്ഞത്. എൻ്റെ പേര് വെച്ച് നീ നിന്റെ പേഴ്സണലി ഒരു ക്ലിനിക്ക് അങ്ങനെ തുടങ്ങണം. അപ്പം അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ നമ്മുടെ പേരിൽ ഒരു ക്ലിനിക്ക് തുടങ്ങണം. മറ്റുള്ളവർ പേര് വയ്ക്കുകയാണെങ്കിൽ തന്നെ പേരിലൊരു ഡോക്ടറിനൊന്നും വെക്കില്ല, അതായത് പൊങ്ങച്ചം പറയുന്നതല്ല. പക്ഷെ അതല്ല, നമ്മളതിൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി കിട്ടാൻ വേണ്ടി ചെയ്തു. അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുമ്പോൾ തന്നെയാണ് ഇംഗ്ലണ്ടിൽ പോയത്. എൻ്റെ സുഹൃത്തിന് കൈമാറിയിട്ട് പോയത്. അതിപ്പോഴും ഉണ്ട്, വേറൊരു സുഹൃത്ത് നടത്തുന്നു. എറണാകുളത്ത് വന്ന് ഇപ്പോൾ അവിടെ ശല്യപ്പെടുത്തണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് തുടങ്ങി. ഫേഷ്യൽ എസ്തെറ്റിക്സും ഡെന്റിസ്ട്രിയും കൂടെ ചേർത്തുകൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ കോർ ഡെന്റിസ്ട്രി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഫേഷ്യൽ എസ്തെറ്റിക്സിന് ഒരുപാട് സ്ഥാപനമുണ്ട്. പക്ഷേ ഫേസ് ലിഫ്റ്റ് ഡെന്റിസ്ട്രി എന്നുള്ളതാണ് നമ്മുടെ റീബ്രാൻഡ് ചെയ്തത്. അപ്പം അങ്ങനെ ഫോക്കസ് ഓൺ ഭാവിയിലെ ഒരു കുട്ടിയുടെ മാനസികവും ആത്മവിശ്വാസം തുളുമ്പുന്ന ഒരു ചിരിയും മുഖവും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഐഡിയൽ ഫിലോസഫി. പക്ഷേ സസ്റ്റൈനബിൾ ആയിരിക്കണം. അങ്ങനെ ഒരു ചിന്തയിലാണ് ഫാസറ്റ്സ് എന്നുള്ള ബ്രാൻഡ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ജേർണി. ഇപ്പോൾ ഒരു 25ാമത്തെ വർഷമാണ് നമ്മുടെ ക്ലിനിക്കൽ ലൈഫിൽ. അടുത്ത വർഷം എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് 98 തുടങ്ങി 24th ഇയർ ആയിരിക്കും, അല്ല 28th ഇയർ ആണ്. പിന്നെ ഡെന്റിസ്ട്രി തുടങ്ങിയിട്ട് ഡെന്റിസ്ട്രിയിൽ പ്രവേശിച്ചിട്ട് ഒരു 32 ഇയേഴ്സ് ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ അനുഭവങ്ങളാണ്, എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് പറയാനുണ്ട്. ഞാൻ സ്മൈൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഓർത്തെടുത്ത് ഓരോ ദിവസം ഇരുന്ന് ഇങ്ങനെ പറയുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള വേദികളാണ് നമ്മൾ സോഷ്യൽ മീഡിയ തന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോസ്മെറ്റിക് മേക്ക് ഓവേഴ്സാണ്, സ്മൈൽ മേക്ക്. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് ഏറ്റവും ലെസ് ഇൻവേസീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ്. അതിനകത്ത് എല്ലാ സംഗതികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറയാം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ വർക്ക് ജേണി ഇതുവരെ ഉള്ളത്. ഹോപ്പ്ഫുള്ളി എനിക്ക് തോന്നുന്നു ഒരു 15 വർഷം കൂടെയൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അറിയില്ല എങ്ങനെയാന്നുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. എനിവേ.